ഞങ്ങൾ കൈ ശുദ്ധമാണെന്ന് ഞങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? വർഗീയമായ നിലപാട് സ്വീകരിക്കണം. ആയിട്ടില്ല നിൽക്കട്ടെ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, കേൾക്കട്ടെ ജനങ്ങൾ. നിങ്ങൾക്കുള്ള ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ മനസ്സിലായില്ലേ? പറഞ്ഞാൽ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്താ ഏതാ അതാണ് ജനത്തിന്റെ അതിന്റെ ഒരു വിഷമാണ്. പത്മകുമാറിനെ ചോദിച്ചോ. ഓ, ഒരു പ്രതിരോധമില്ല പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറയുമ്പോഴും പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല. പാർട്ടിക്ക് തോന്നുന്നു ഞങ്ങള് ശുദ്ധമായ അതൊക്കെ വരട്ടേന്ന്. അത് അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യം ശരിയാവുമോ? ഇനി എന്തെല്ലാം വരാനുണ്ട്? എന്തൊക്കെ പ്രോസസ് കഴിഞ്ഞാലാണ് ഇവർ കുറ്റവാളിയാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാവുക? നിങ്ങൾക്ക് പത്രവാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ പ്രോസസ് നടക്കുക. നിങ്ങൾ എന്തിനാണ് വെപ്രാളപ്പെടുന്നത്? പകുതി ബന്ധിട്ട് നിലപാട് സ്വീകരിക്കേണ്ട കാര്യം നല്ലോണം പോകട്ടെ പോരെ? അല്ല, അത് കോടതിയല്ലേ പറയേണ്ടത്? കോടതിയുടെ മുമ്പിൽ വരട്ടെ. വന്നിട്ടാകുമ്പോൾ നമുക്ക് പറയാം വരും. ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മാറ്റം വന്നല്ലോ. അല്ല, എന്നാലും ഒരു പാർട്ടിയുടെ ആയിക്കോട്ടെ. ഇനി അദ്ദേഹത്തിനെ ശിക്ഷിക്കട്ടെ. അപ്പോൾ ആവശ്യമായ നടപടി ഞങ്ങൾ സ്വീകരിക്കും. അറസ്റ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രം ഒരാളെയും ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടോ? അറസ്റ്റ് ചെയ്തു അപ്പോൾ ഉടനെ തന്നെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്നുള്ളത്? ഒരാളെ അറസ്റ്റ് ചെയ്തു ഉടനെ കുറ്റവാളിയാണെന്ന് തീരുമാനിക്കല. അറസ്റ്റ് ചെയ്താലതിൻ്റെ അർത്ഥം എന്താ അറിയോ? അല്ല, അറസ്റ്റ് ചെയ്താൽ എന്താ അതിൻ്റെ അർത്ഥം? അത് പറ. ഇങ്ങോട്ട് ആയിട്ടില്ല, പറഞ്ഞിട്ട് പോകുന്നില്ല. നല്ലത് സംശയം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് ഒരാളെ പ്രതിയാക്കി. ആ പ്രതിയാക്കിയാൽ എന്താ അതിൻ്റെ അർത്ഥം? കുറ്റാരോപിതനാണെന്നേ ഉള്ളൂ. പറഞ്ഞിട്ടില്ലേ? കുറ്റാരോപിതനാണെന്ന് മാത്രമേ ഉള്ളൂ. കുറ്റം തെളിയിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള എല്ലാ പരിസ്ഥിതിയും കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട്. ആരെ വേണമെങ്കിലും അവർക്ക് അറസ്റ്റ് ചെയ്യാം, ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം, ആരെ വേണമെങ്കിലും കേസിന്റെ ഭാഗമായിട്ട് ആവശ്യമായ രീതിയിലുള്ള നിലപാടിലേക്ക് എത്തിക്കുക, നിയമത്തിന്റെ മുമ്പ് കൊണ്ടുവരിക. ആ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഓരോരുത്തരെയും ശരിയായ രീതിയിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് നമ്മുടെ അഭിപ്രായം. അല്ല, പ്രതിപക്ഷം വരെ നോക്കണം. പ്രതിപക്ഷം എപ്പോഴെങ്കിലും വല്ല ക്രിയേറ്റീവ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകും. അല്ല, നമ്മൾ ഓരോരുത്തരുടെ തൃപ്തി നോക്കിയിട്ടല്ലോ പോക്ക്. നമ്മൾ ഓരോരുത്തരും നമ്മളെ തൃപ്തി നോക്കിയിട്ടാണ് പോകുന്നത്. അവരവരുടേതായ രീതിയിൽ പോകുന്നുണ്ട്, പോയിക്കോട്ടെ. ഞങ്ങൾക്കത് യാതൊരു തർക്കമില്ല. ഞങ്ങൾ ആദ്യം പറഞ്ഞതിനെ ഇപ്പോൾ ഉറപ്പിച്ച് പറയുന്നത്, ഒരാളെയും സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്വവും പാർട്ടിക്ക്. ഞങ്ങൾ കൈ ശുദ്ധമാണെന്ന് ഞങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? ആർക്ക് വേണ്ടിയിട്ടാ ഭയപ്പെടേണ്ട കാര്യം? ഞങ്ങൾക്ക് എന്തിനാ ഭയം? അവിടെ നിലപാട് തിരിച്ചു പിടിക്കണം. ഒരു ഇഞ്ച് അല്ല, ഒരു ഇഞ്ച് പറയണ്ട, ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല.